ഹലോ, ഇന്ന് നമുക്ക് പരിപ്പ് പായസം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ പരിപ്പ് പായസം? എന്നാ വായോ നമുക്ക് എങ്ങനെ പരിപ്പ് പായസം റെഡിയാക്കണ്ടേന്ന് നോക്കാം കേട്ടോ. നമുക്ക് അതിനാവശ്യമായിട്ട് നമുക്ക് കടയിൽ നിന്ന് പായസപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ മതി. എന്ത് പരിപ്പാ വാങ്ങിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയേണ്ട പായസപ്പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നോളൂ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ശർക്കര വെള്ളം ഒഴിച്ച് നന്നായി പാനിയാക്കാം. അത് അവിടെ അടുപ്പത്തിരുന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരിപ്പ് വറുത്തെടുക്കാം. പരിപ്പ് വറക്കണ സമയത്ത് ശ്രദ്ധിക്കണം, 2 വറവൽ വേണം വറുത്തെടുക്കാൻ. ആദ്യം ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യണം, ആ പരിപ്പ് എടുത്തിട്ട് മാറ്റി വെക്കണം. ബാക്കി വന്ന പരിപ്പ് നമ്മൾ നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മൾ വറുത്തെടുക്കണം. കണ്ടോ, ആദ്യം ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് വഴറ്റി വന്നിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുക. ബാക്കിയുള്ള പരിപ്പ് നല്ല കളറാക്കി, രണ്ടിൻ്റെയും കളർ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഇതേപോലെ നമ്മൾ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള തേങ്ങയുടെ 2-ാം പാലാണ്. ഈ 2-ാം പാൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പരിപ്പ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുക്കർ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. 2 പരിപ്പും ഒരുമിച്ച് തന്നെ വേവിക്കാം, സെപ്പറേറ്റ് ഒന്നും വേണ്ട. അത് കുക്കറിലിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് മൂടി അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ മതി. നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടിക്കോളും. പിന്നെ നമ്മളൊരു കുഞ്ഞി ഉരുളി എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. അരിച്ചൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കരടയിലുണ്ടെങ്കിൽ മാറിക്കോളും. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്ത്, എല്ലാ പരിപ്പും അതിലേക്ക് ഇട്ടോളൂ കേട്ടോ. അതും കൂടി ചേർത്ത് ഇനിയാണ് നമ്മുടെ പണി. നന്നായി ഇളക്കി നിൽക്കണം. നമ്മുടെ പരിപ്പും ശർക്കരപ്പാനിയും കൂടി നന്നായി യോജിക്കണം. അതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്ത് വരിക, നമ്മുടെ പരിപ്പ് പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത് നന്നായി ഇളക്കി 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 നന്നായി കുറുകി വരണം നമ്മുടെ പായസം. ഈ സമയത്ത് കണ്ട ചെറിയ തള പൊട്ടിയത് കണ്ടില്ലേ, നമ്മുടെ ശർക്കരയും അതുപോലെ തന്നെ പരിപ്പും കൂടി നന്നായി യോജിച്ചു. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2-ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ, ഒന്ന് ലൂസാക്കി എടുക്കാം. നമുക്കത് ഒന്ന് ഇളക്കി അതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 1-ാം പാല്, നല്ല കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, കട്ടിപ്പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അപ്പം നമ്മുടെ പായസത്തിന്റെ കളർ മാറി വരുന്നത് കണ്ടാ അല്ലേ? ഇപ്പൊ തന്നെ കുടിക്കാൻ തോന്നുന്നില്ല എല്ലാവർക്കും കാണുമ്പോൾ തന്നെ. നന്നായി ഇളക്കി 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 നമ്മുടെ പായസത്തിന് നോക്ക്, പായസത്തിന്റെ ടെക്സ്ചറേ മാറി. ഈ സമയത്ത് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി വറുത്തത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ പായസത്തിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചുക്കും അതുപോലെ തന്നെ ഏലക്കയും ജീരകവും കൂടി പൊടിച്ച പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസത്തിന്റെ സ്മെല്ല് ഇങ്ങോട്ട് എല്ലായിടത്തും എടുക്കണ്ട കേട്ടോ. അത്രയും ടേസ്റ്റാണ് നമ്മൾ ഈ സാധനം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ പായസം റെഡി. എല്ലാവരും പായസം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.